ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എല്ലാവരെയും ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് കാരുണ്യവാനാണ്, സ്നേഹനിധിയാണ്, അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാനായിട്ട് അവിടുന്ന് കാത്തിരിക്കുക. പ്രത്യേകിച്ച് ദൈവവചനം നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും സംഭവിക്കുന്നത്. അപ്പോൾ ദൈവവചനത്തിൻ്റെ ശ്രവണം അത് വളരെ ആവശ്യമാണ്. നമ്മൾ ശ്രദ്ധയോടെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കണം. ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ സ്വരമാണ്. ദൈവത്തിന് നമ്മോട് പറയാനുള്ളതാണ്. വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ജാഗ്രത ഉള്ളവരായിരിക്കണം. വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്, എൻ്റെ വചനം കേൾക്കുമ്പോൾ എളിമയോടെ ആയിരിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നവനാണ് ഞാൻ കടാക്ഷിക്കുക. അനുതാപത്തോടെ ആയിരിക്കുക, എളിമയോടെ ആയിരിക്കുക, വിനയത്തോടെ ആയിരിക്കുക, വിറയ്ക്കുന്നവനെയാണ് ഞാൻ അനുഗ്രഹിക്കുക. ദൈവത്തിൻ്റെ വചനത്തെ എത്രമാത്രം നീ വിലമതിക്കുന്നുവോ അതനുസരിച്ച് വചനം വായിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, വചനം അനുസരിക്കുമ്പോൾ നീയും നിൻ്റെ തലമുറകളും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ബൈബിളിന്, ദൈവവചനത്തിന് ഉന്നതമായ സ്ഥാനം കൊടുക്കണം. വിശുദ്ധ ബൈബിളിന് നമ്മുടെ ഹൃദയത്തിൽ വലിയ ഒരിടം കൊടുക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഉൽപ്പത്തി പുസ്തകത്തിലുടനീളം അനുഗ്രഹത്തെക്കുറിച്ച് ഒത്തിരി തവണ ഇങ്ങനെ വചനത്തിൽ പറയുന്നുണ്ട്. അബ്രാഹാം വിശ്വാസികളുടെ പിതാവായിരുന്നു. വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തോട് ദൈവമായ കർത്താവ് പറയുന്നുണ്ട്, നീ ഒരു അനുഗ്രഹമായിരിക്കും. അങ്ങനെ അനുഗ്രഹത്താൽ നിറഞ്ഞ അബ്രാഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. അബ്രാഹാം വലിയ ദീർഘായുസ്സോടെ ജീവിച്ചു എന്നാണ് വചനം പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ 25-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം പറയുന്നു, അബ്രാഹത്തിൻ്റെ ആയുഷ്കാലം 175 വർഷമായിരുന്നു. ഹല്ലേലൂയ, 175 വർഷമായിരുന്നു അബ്രാഹത്തിൻ്റെ ആയുസ്. ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മനുഷ്യന് വലിയ ആയുസ് ദൈർഘ്യമുള്ള നാളുകളായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ആയുസ് വളരെ കുറവല്ലേ, 70-80 ഒക്കെ വയസ്സൊക്കെ ആകുമ്പം. അതിനൊക്കെ മുമ്പേ ധാരാളം ആളുകൾ മരിക്കുന്നുണ്ട്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ചില രോഗങ്ങൾ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, അങ്ങനെ കിഡ്നി രോഗങ്ങൾ പലതും വന്ന് വളരെ പെട്ടെന്ന് ധാരാളം പേര് ഈ ലോകം വിട്ടുപോകുന്നുണ്ട്. ആ കാലഘട്ടം, പഴയ നിയമ കാലഘട്ടത്തിൽ അബ്രാഹാം ജീവിച്ചിരുന്നത് 175ഓളം വർഷങ്ങളായിരുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. ഈ അബ്രാഹാം കാത്തിരുന്ന് പ്രാർത്ഥിച്ച് തനിക്ക് കിട്ടിയ പൊന്നോമന മകനായ ഇസഹാക്കിനെ 2 കരങ്ങൾ വെച്ച് അനുഗ്രഹിച്ചു. അബ്രാഹത്തിൻ്റെ മകനായ ഇസഹാക്ക് അനുഗ്രഹിക്കപ്പെട്ടു. ഇസഹാക്കിലൂടെ യാക്കോബ് പിന്നെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഉൽപ്പത്തി 25:11 പറയുന്നു, അബ്രാഹത്തിൻ്റെ മരണശേഷം ദൈവം അവൻ്റെ പുത്രൻ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. പിന്നീട് ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇസഹാക്കിനെ സാമ്പത്തികമായിട്ട് അനുഗ്രഹിച്ചുയർത്തി. കന്നുകാലികളും മൃഗങ്ങളും ഒട്ടകങ്ങളും ജോലിക്കാരും വേണ്ടതെല്ലാം സമർത്ഥമായിട്ട് ദൈവം ഇസഹാക്കിന് നൽകി. അങ്ങനെ കാലങ്ങൾ തലമുറ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടേ ഇരുന്നു. അപ്പോൾ ഇസഹാക്ക് അനുഗ്രഹിക്കപ്പെട്ട വലിയ ഒരു ദൈവ മനുഷ്യനായിരുന്നു. നമുക്കറിയാം വിശുദ്ധ ബൈബിളിൽ എന്താ പറയുന്നത്, അബ്രാഹത്തിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമെന്നാണ്. ഹല്ലേലൂയ. ദൈവം അതിൽ സന്തോഷിക്കുകയാണ്. അബ്രാഹത്തിൻ്റെ ദൈവമെന്നും ഇസഹാക്കിൻ്റെ ദൈവമെന്നും യാക്കോബിൻ്റെ ദൈവമെന്നും വിളിക്കപ്പെടുന്നതിൽ ദൈവം സന്തോഷിക്കുന്നു, ദൈവം ആനന്ദിക്കുന്നു. അവൻ ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹമെന്ന് ഓർത്ത് നോക്കിക്കേ. ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത്, അവരുടെ പേരിൽ അറിയപ്പെടുന്നതിനെ ഓർത്ത് ദൈവത്തിന് സന്തോഷമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 25-ാം അധ്യായത്തിൽ 19 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അബ്രാഹത്തിൻ്റെ പുത്രനായ
ഇസഹാക്കിൻ്റെ വംശാവലി. അബ്രാഹത്തിൻ്റെ മകൻ ഇസഹാക്കിന് 40 വയസ്സുള്ളപ്പോൾ അവൻ റെബേക്കായെ ഭാര്യയായി സ്വീകരിച്ചു. അവൾ പാരാൻ ആദാമിലുള്ള ബെത്തുവേലിൻ്റെ പുത്രിയും ലാബാന്റെ സഹോദരിയുമായിരുന്നു. അപ്പോൾ ലാബാന്റെ സഹോദരിയായ റെബേക്കായെ ഇസഹാക്ക് വിവാഹം കഴിച്ചു. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഇസഹാക്കിന് 40 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വ്യക്തികൾ ധ്യാനാവസരത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ചില സഹോദരങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ഒത്തിരിയേറെ സങ്കടം തോന്നി. ഒരു മനുഷ്യന് വന്നിട്ട് പറഞ്ഞു, എൻ്റെ വിവാഹത്തിന് വേണ്ടി ഇത് പ്രാർത്ഥിക്കണം. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ തലയിലെ മുടിയൊക്കെ കൊഴിഞ്ഞ് നന്നായിട്ട് പോയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എത്ര വയസ്സ് പ്രായമുണ്ട്? 49 വയസ്സ് പ്രായം. ആയുസ്സിൻ്റെ നല്ലൊരു സമയം കടന്നുപോയി. 49 വയസ്സ് പ്രായം. ഞാൻ ആ മനുഷ്യനെ വേദനിപ്പിക്കുന്ന ഒരു വാക്കും പറഞ്ഞില്ല. ഞാൻ ആ മനുഷ്യൻ്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, ഒരു മകളെ ജീവിത പങ്കാളിയായിട്ട് നൽകണം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ യുവതിവാക്കന്മാർ വളരെ നേരത്തെ വിവാഹം കഴിക്കുന്നതാണ് നല്ലത്. ഒരു 20-25 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും വിവാഹം കഴിച്ചിരിക്കണം. മണ്ടത്തരം കാണിക്കരുത്. എത്രമാത്രം താമസിക്കുന്നോ അത് ബുദ്ധിമോശമാണ് നമ്മൾ കാണിക്കുന്നത്. ഹല്ലേലൂയ. മക്കൾക്ക് ജന്മം നൽകി അവരെ വളർത്തി വലിയതാക്കണം, അവരെ നല്ല നിലയെത്തിക്കണം. ഇത് മാതാപിതാക്കന്മാരുടെ കടമയാണ്. ഈ കഴിഞ്ഞ ഒരു ഏകദിന കൺവെൻഷൻ നടക്കുമ്പോൾ ഒരമ്മ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞ ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കുക. അമ്മ വലിയ സങ്കടത്തില. അമ്മയുടെ മകള് ഡോക്ടറാണ്. 29 വയസ്സ് പ്രായം. ഒറ്റ മകളെയുള്ളൂ. വിവാഹം ആലോചിക്കുന്നു. അവൾ പറയുന്നു അവൾക്ക് വിവാഹം വേണ്ട, വിവാഹം കഴിക്കുവാനായിട്ട് താല്പര്യമില്ല. ആ അമ്മ വലിയ സങ്കടത്തില. മകളുടെ ഫോട്ടോ ഒക്കെ കയ്യിലുണ്ട്. ഫോട്ടോയിലൊക്കെ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ അമ്മയുടെ ആഗ്രഹമല്ലേ, ഞാൻ ഫോട്ടോയിൽ കൈവച്ചൊക്കെ പ്രാർത്ഥിച്ചു. അമ്മ പറയുകയാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ സഹോദരങ്ങൾ, ഞങ്ങളുടെ കുടുംബത്തിൽ 7ഓളം പേര് ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്. എല്ലാം 28 വയസ്സ്, 29 വയസ്സ്, 32, 35 വയസ്സുള്ള ആരും വിവാഹം കഴിക്കുന്നില്ല. മാതാപിതാക്കൾ എല്ലാവരും വിഷമത്തില. അവർ പറയുന്നു വിവാഹം വേണ്ട. ഇത് സാത്താൻ ഒരുക്കുന്ന വലിയൊരു കെണിയാണ്. യുവതലമുറ വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ മറ്റൊരു ലോകത്ത് ഇങ്ങനെ ജീവിക്കുകയാണ്. നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരേണ്ടിയിരിക്കുന്നു. നമ്മുടെ മക്കളെ വിവാഹം കഴിച്ച സന്താനങ്ങളില്ലെങ്കിൽ, അടുത്തൊരു തലമുറ ഇവിടെ ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ആഴത്തിൽ ഇത് ചിന്തിക്കണം. വലിയ ഒരു അപകടത്തിലേക്ക് യുവതലമുറ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വചനം പറയുന്നു, അവർ അരമായരായിരുന്നു. ഇസഹാക്ക് തൻ്റെ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. അതായത് 40ാമത്തെ വയസ്സിൽ ഇസഹാക്ക് റെബേക്കായെ വിവാഹം കഴിച്ചു. അവർക്ക് മക്കളില്ലായിരുന്നു. ഇസഹാക്കിൻ്റെ 60ാമത്തെ വയസ്സിലാണ് മക്കളെ കിട്ടുന്നത്. റെബേക്കായ്ക്ക് 2 കുഞ്ഞുങ്ങളെ കിട്ടുന്നത്. ഇസഹാക്ക് തൻ്റെ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഉണ്ടോ? അത് ഒരു കുടുംബം എന്ന നിലയ്ക്ക്, ഒരു കുടുംബനാഥൻ എന്ന നിലയ്ക്ക് ആഴമായ വിശ്വാസമുണ്ടായിരുന്ന ഇസഹാക്ക് വന്ധ്യയായിരിക്കുന്ന തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവിനോട്. കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേൾക്കുകയും റെബേക്ക ഗർഭിണി ആവുകയും ചെയ്തു. ഒരു കുടുംബത്തിൻ്റെ നാഥൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. യെശയ്യാ 65:24 പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞാൻ നിനക്ക് മറുപടി നൽകും, ഞാൻ നിനക്ക് ഉത്തരം നൽകും. ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട്, അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്, മക്കളെ തരുന്ന ഒരു ദൈവമുണ്ട്. മക്കളെ തരുന്നതിൽ സന്തോഷിക്കുന്ന സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. ഇവിടെ ഇസഹാക്ക് വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ചു. റെബേക്ക അനുഗ്രഹിക്കപ്പെട്ടു, ആൾ ഗർഭിണിയായി.
മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വർഷങ്ങൾ കടന്നു പോകുമ്പോൾ പ്രത്യാശ നഷ്ടപ്പെട്ടവരെ പോലെ നിരാശരായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കരുത്. 40-ാമത്തെ വയസ്സിൽ ഇസഹാക്ക് കല്യാണം കഴിക്കുന്നു. ഉൽപ്പത്തി 25:26 പറയുന്നു, അതിനുശേഷം അവൻ്റെ സഹോദരൻ പുറത്തു വന്നു, ഏസാവിൻ്റെ കുതികാലിൽ അവൻ പിടിച്ചിരുന്നു, അവനെ യാക്കോബ് എന്ന് വിളിച്ചു. ഇസഹാക്കിന് 60 വയസ്സായപ്പോഴാണ് അവൾ അവരെ പ്രസവിച്ചത്. ഉണ്ടോ? ഇസഹാക്കിന് 60 വയസ്സുള്ളപ്പോഴാണ് റെബേക്ക ഏസാവിനെയും യാക്കോബിനെയും പ്രസവിക്കുന്നത്. മക്കളില്ലാത്തവർ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് ഇരിക്കരുത്. കർത്താവിനെ മുറുകെ പിടിക്കണം. അന്വേഷിക്കുക, കണ്ടെത്തും. മുട്ടുക, തുറക്കപ്പെടും. ചോദിക്കുക, ലഭിക്കും. ചോദിക്കുക. നിന്റെ ദൈവത്തോട് നീ വിശ്വാസത്തോടെ ചോദിക്കുക. നിന്റെ ദൈവത്തോട് നീ കരഞ്ഞുകൊണ്ട് ചോദിക്കുക. നിന്റെ ദൈവത്തോട് യാചനയോടെ ചോദിച്ചുകൊള്ളുക. നിന്റെ ദൈവത്തോട് ഒരു മകൻ, മകൾ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് തീഷ്ണമായിട്ട് ചോദിക്കുക. കർത്താവേ, എനിക്ക് മക്കളെ തരണം. ഉറപ്പാണെന്നേ, മക്കളില്ലാത്തവർക്ക് മക്കളെ തരും. വന്ധ്യമായിരിക്കുന്ന ഗർഭപാത്രങ്ങളെ അവൻ പുതിയതാക്കും. കൗണ്ടില്ലെങ്കിൽ അവൻ കൗണ്ട് തരും. അവൻ ജീവന്റെ നാഥനാണ്, ജീവന്റെ ഉടയവനാണ്. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.